ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂഫിക്സ് അക്കാദമി. നിങ്ങൾ ഇഗ്നോയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണോ? ഇഗ്നോയിൽ ഏതെല്ലാം കോഴ്സ് ഉണ്ട്, എത്രയാണ് ഡ്യൂറേഷൻ, എത്രയാണ് ഫീ വരുന്നത്, ഏതെല്ലാം സ്റ്റഡി സെൻറ്ററിലാണ് കോഴ്സസ് അവൈലബിൾ, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ദെൻ ഇവിടെ കാണുന്ന സ്റ്റുഡൻറ്റ് സർവീസസിൻ്റെ ക്ലിക്ക് ചെയ്യുക. അവിടെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ഈ ഒരു ഇൻ്റർഫേസാണ് വരിക. ഇവിടെ ഏകദേശം ടോട്ടൽ 408 പ്രോഗ്രാംസ് ആർ ഇൻ ഓഫേർഡ് എന്ന് പറഞ്ഞിട്ട് 408, അതിന് മുകളിൽ നിങ്ങൾക്ക് ഇഗ്നോയിൽ എന്തുണ്ട്, കോഴ്സുകൾ അവൈലബിൾ ആണ്. സപ്പോസ് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് എടുക്കേണ്ടത് എന്നറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, ഓരോ കോഴ്സുകളെക്കുറിച്ചും ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് വെക്കാൻ ഇതിൽ ഓരോ ഓപ്ഷനിലും പോയി നോക്കാം. അതെല്ലാം നിങ്ങൾക്കിപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഒരു ഐഡിയ, ഇംഗ്ലീഷുമായിട്ട് സോഷ്യോളജി, സൈക്കോളജി അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ BSc കോഴ്സുകൾ ഏതാണോ വേണ്ടത് വെച്ചാൽ അത് നിങ്ങളിവിടെ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട കോഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാസ്റ്റർ ഓഫ് സോഷ്യോളജി വന്നിട്ടുണ്ട്, ബാച്ചിലർ ഓഫ് സോഷ്യോളജി, ഹോണേഴ്സ്, ഇതൊക്കെ പറഞ്ഞിട്ട് എന്തുണ്ട് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ 3 ഇയർ സോഷ്യോളജി പ്രോഗ്രാം, അതായത് ഡിഗ്രി കോഴ്സിനാണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ BA SOH എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ദ BA ഹോണേഴ്സ് പ്രോഗ്രാം ഇൻ സോഷ്യോളജി എയിം ടു, ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു കോഴ്സിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്, അതുപോലെ അതിൻ്റെ ഏതൊക്കെ ലേണേഴ്സ് എന്താണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൽ ഓരോ ഓപ്ഷൻസും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ മീഡിയം ഏതാണ് എന്നുള്ളത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവൈലബിൾ ആണ്. ഡ്യൂറേഷൻ, അതേപോലെ തന്നെ ഫീ. ഈ ഒരു ഫീസിൻ്റെ കൂടെ നമുക്കൊരു എക്സ്ട്രാ 700 ഫീസ് കൂടി യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കേണ്ടി വരും. അത് കോഴ്സ് ഫീ എന്നും പറഞ്ഞുകൊണ്ടാണത് ഉള്ളത്. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഫ്യൂച്ചർ പർപ്പസ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ ഉപകാരപ്പെടുക എന്നുള്ളത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കാം. ഇനി അപ്ലൈ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട, ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യേണ്ട ഒരു ഭാഗം വരും. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 2025 സൈക്കിളായിരുന്നു, അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഡിസംബർ അല്ലെങ്കിൽ ജനുവരി 2026 സെഷനാണ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ അത് ഡിസംബർ ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇഗ്നോയുടെ കോഴ്സുകൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിലും സിമ്പിളായിട്ട് ഒരു മെത്തേഡ് കൂടി ഉണ്ട്. വെബ്സൈറ്റിൻ്റെ ഹോമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്രൗസ് അവർ പ്രോഗ്രാംസ് എന്ന് കണ്ടില്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണോ, MA പ്രോഗ്രാംസ് ആണോ, അതോ സർട്ടിഫിക്കറ്റ് അതേഴ്സ് ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഇൻ്റർഫേസിലോട്ടാണ് വെബ്സൈറ്റ് പോകുന്നത്. ഇവിടെയും ഇത്തരത്തിൽ ഓരോ കോഴ്സുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം, ഏതൊക്കെയാണ് കോഴ്സ് ഉള്ളത് എന്നുള്ളത്. നിങ്ങൾക്ക് പ്രത്യേക ഒരു കോഴ്സിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്യൂച്ചറും നിങ്ങളുടെ ഭാവിക്കൊക്കെ ഉപകാരപ്പെടുന്ന ഈ ഒരു കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ സോഷ്യോളജി എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. EFSO, അതായത് BFSO എന്ന് പറയുന്നത് 4 ഇയർ പ്രോഗ്രാംസ് ആണ്. നിങ്ങൾക്ക് 3 ഇയറിൽ എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 3 ഇയർ ഡിഗ്രി ലഭിക്കും. 4 ഇയർ ആണെന്നുണ്ടെങ്കിൽ 4 ഇയർ ഡിഗ്രി ലഭിക്കും. ഇതിൻ്റെ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ PGക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ നിലവിലുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PGക്ക് പോകുന്ന സമയത്ത് 1 ഇയർ മാത്രമേ ചെയ്താൽ മതി എന്നുള്ള ഒരു ഗുണം മാത്രമേ ഉള്ളൂ. ഭാവിയിൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ വരുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാ ഒരു 3 ഇയർ ഡിഗ്രിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഹോണേഴ്സ് പ്രോഗ്രാംസ് എടുക്കാം. അതിന് റീഡ് മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രിയാണ്, ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്, സ്കൂൾ ഓഫ് സയൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. 3 ഇയർ പ്രോഗ്രാമാണ്, ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ട്. സ്പെഷ്യലൈസേഷൻ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് BA സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യലൈസേഷൻ പ്രത്യേകം കാണിക്കും. അതുപോലെ ഈ കോഴ്സിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ്, നിങ്ങളത് മൊത്തമായിട്ടും വായിച്ച് നോക്കാം. ദെൻ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഡിഗ്രിയാണ്, +2 ആണ്.
അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഫീസ് 5300 മാത്രമല്ല, പ്ലസ് എന്തൊക്കെയാണ് രജിസ്ട്രേഷൻ ഫീ, ഡെവലപ്മെൻറ്റ് ഫീസ് ആസ് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 700 രൂപയോളം ഇതിൽ അഡീഷണലി പേ ചെയ്യണം. അതായത് ഏകദേശം 6000 രൂപയായിരിക്കും നിങ്ങളുടെ ഈ ഒരു ഫീസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ പേരാണ് ഇവിടെ വരുന്നത്. ഇനി കോഴ്സ് ഡീറ്റെയിൽസ്. ഈ കോഴ്സ് ഏതൊക്കെ റീജിയൻ സെൻറ്ററിലും അതുപോലെ സ്റ്റഡി സെൻറ്ററിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോയിൽ 3 റീജിയൻ സെൻറ്ററുകളാണ് കേരളത്തിലുള്ളത്. ഒന്ന് തിരുവനന്തപുരം, രണ്ടാമത് കൊച്ചി, മൂന്നാമത്തേത് വടകര. ഈ റീജിയൻ സെൻറ്റർ നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മലപ്പുറം, കോഴിക്കോട്, വയനാട് ഈ ഭാഗത്തുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വടകരയാണ്. അതുപോലെ നിങ്ങൾക്ക് എറണാകുളം, തൃശ്ശൂർ അങ്ങനെ ആ ഭാഗത്ത് സെൻട്രൽ ഭാഗത്തുള്ളവർക്ക് കൊച്ചിനാണ്. അതുപോലെ തെക്കുള്ളവർക്ക് തിരുവനന്തപുരം, കോട്ടയം ഭാഗത്തുള്ളവർക്ക് ട്രിവാൻഡ്രമാണ് റീജിയൻ സെൻറ്റർ വരുന്നത്. അപ്പോൾ നിങ്ങൾ റീജിയൻ സെൻറ്ററിൻ്റെ അകത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കാണിക്കുന്നത് റീജിയൻ സെൻറ്റേഴ്സാണ്. ഇവിടെ ആ റീജിയൻ സെൻറ്റേഴ്സിൻ്റെ അകത്തുള്ള സ്റ്റഡി സെൻറ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ജമ്മു വന്നു, അങ്ങനെ ഓരോന്നും വരുന്നുണ്ട്. ഇതവിടെ കൊച്ചിന് വന്നിട്ടുണ്ട്. ഈ കൊച്ചിൻ്റെ അണ്ടറിൽ എത്ര സ്റ്റഡി സെൻറ്റേഴ്സിൽ ഈ ഒരു BA സോഷ്യോളജി അവൈലബിൾ ആണ്? ഇത്രയും സെൻറ്റേഴ്സിൻ്റെ അണ്ടറിൽ ഇത്രയും കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഇത്രയും കോളേജുകളിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കോളേജ് നിങ്ങൾക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ കോളേജ്. ആ കോളേജിനകത്തായിരിക്കും, അവിടെ ആയിരിക്കും നിങ്ങൾ അസൈൻമെൻറ്റ് പോലെ അസൈൻമെൻറ്റുകളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കാം, തിരുവനന്തപുരം, വടകര ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നോക്കാം. വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് BA സോഷ്യോളജിക്ക് കോളേജുകൾ ഉള്ളത്. അതുപോലെ തന്നെ ഇനി തിരുവനന്തപുരത്തിൻ്റെയും നമുക്ക് നോക്കാം. തിരുവനന്തപുരം സ്റ്റഡി സെൻറ്റർ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിലുള്ള സ്റ്റഡി സെൻറ്റേഴ്സാണ്. ഈ സ്റ്റഡി സെൻറ്ററിലായിരിക്കും നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോവേണ്ട ഡീറ്റെയിൽസ് അപ്ഡേഷൻസൊക്കെ ലഭിക്കുന്നത് ഈ സ്റ്റഡി സെൻറ്ററിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് നമുക്ക് എളുപ്പം ചെല്ലാൻ പറ്റുന്ന ഒരു സ്റ്റഡി സെൻറ്റർ തന്നെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ രണ്ടാമത് കാണിച്ച് ഈ ഒരു സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഒരു ഇംഗ്ലീഷ് എന്ന ഒരു സബ്ജക്റ്റിനുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഏകദേശം 7ഓളം കോഴ്സുകളുണ്ട്. സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്, PG കോഴ്സുകളുണ്ട്, ഡിപ്ലോമ കോഴ്സുണ്ട്, ഡിഗ്രി കോഴ്സുകളുണ്ട്. 2 തരം ഡിഗ്രിയാണ്. ഒന്ന് 4 ഇയർ ഡിഗ്രിയും ഒന്ന് 3 ഇയർ ഡിഗ്രിയും. 4 ഇയർ ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് ആർട്സ് എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ആർട്സ് അതിൻ്റെ ഒരു സബ് കാറ്റഗറി ആയിട്ട് ഇംഗ്ലീഷ് എന്ന് കാണിക്കും. പിന്നെ BA EGH അതായത് ബാച്ചിലർ ഓഫ് ഓണേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് BA ഇംഗ്ലീഷ് എന്നുള്ളത് പ്രത്യേകം കാണിക്കും. നമ്മൾ BA ഇംഗ്ലീഷ് കോഴ്സ് പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 3 ഇയർ കോഴ്സ് എടുക്കാനാണ്. അപ്പോൾ അവിടെയും ഇത്തരത്തിലുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫീസ് ഇവിടെ കണ്ടോളൂ, ഇവിടെയും ഉണ്ട്. 5300 കൂടെ രജിസ്ട്രേഷൻ അതുപോലെ ഡെവലപ്മെൻറ്റ് ഫീ അപ്ലിക്കബിൾ ആണ്. അത് നമുക്കറിയാം, അത് ഏകദേശം ഒരു 700 രൂപയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എല്ലാ കോഴ്സുകളും ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് ഇഗ്നോയിൽ ജോയിൻ ചെയ്യുക. ഇഗ്നോയിൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് ഏത് കോഴ്സിനാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് ഡൗട്ടുള്ളവർക്കൊക്കെ നമ്മൾ അതിൻ്റെ ഒരു മെൻറ്ററിങ്ങും കാര്യങ്ങളൊക്കെ തന്നതിന് ശേഷമായിരിക്കും കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം
നല്ല ഉത്തരവാദിത്തോട് കൂടിയിട്ട് നമ്മൾ നിങ്ങളെ രജിസ്ട്രേഷൻ എടുത്ത് നൽകുന്നതാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ നിങ്ങൾക്ക് അതിനുള്ള വാട്സപ്പ് ഗ്രൂപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇഗ്നോയുടെ അപ്ഡേറ്റ്സ്, അതായത് എക്സാം എപ്പോൾ രജിസ്റ്റർ ചെയ്യണം, അസൈൻമെൻറ്റ് എപ്പോൾ സബ്മിറ്റ് ചെയ്യണം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ അതിൽ ഷീറ്റുകൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഫ്രീ ആയിട്ട് നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് തരുന്നതാണ്. അതുപോലെ നമുക്ക് പ്രത്യേകം സ്റ്റാഫുകളുണ്ട് നിങ്ങളുടെ ഡൗട്ട് ക്വറീസൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ആ ഒരു സർവീസ് കൂടി അവൈലബിൾ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഗ്നോയിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിലോ ഫോൺ നമ്പറിലോ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഡിസംബർ ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് ജനുവരി 2026 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും ഇഗ്നോയെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.